2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മത്സരങ്ങളുടെ ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 ടീമുകൾ 3 വീതം മത്സരങ്ങളും 4 ടീമുകൾ 2 വീതം മത്സരങ്ങളും പൂർത്തിയാക്കി. നിലവിലെ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു ശ്രദ്ധേയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. IPLന്റെ ആദ്യ സീസൺ മുതൽ മത്സരരംഗത്തുള്ള എന്നാൽ ഇതുവരെ കിരീടം നേടാൻ സാധിക്കാത്ത 3 ടീമുകളാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ഇപ്പോഴത്തെ കുതിപ്പ് തുടർന്ന് ഈ 3 ടീമുകളിലൊന്ന് ഇത്തവണ IPL കിരീടം ചൂടുമോ എന്ന ആകാംക്ഷ ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. കളിച്ച 2 മത്സരങ്ങളും വിജയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് നിലവിൽ IPL പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. പഞ്ചാബ് കിങ്സും 2 മത്സരങ്ങൾ ജയിച്ചു. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനമാണ് അവർക്ക്. 3ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിനും 2 വിജയങ്ങളാണ് നേടാനായത്. പോയിന്റ് നിലയിൽ ഈ 3 ടീമുകളും തുല്യരാണെങ്കിലും നെറ്റ് റൺ റേറ്റിലാണ് സ്ഥാനങ്ങളിൽ മാറ്റം വന്നത്. IPLൽ ഏറ്റവും കൂടുതൽ ആരാധക ബലമുള്ള ടീമുകളിൽ ഒന്നായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലവിൽ കിടിലൻ ഫോമിലാണ്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 7 വിക്കറ്റിന് തകർത്ത അവർ 2ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തിയത് 50 റൺസിനാണ്. രജത് പാട്ടിദാറിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഈ സീസണിൽ RCB കളിക്കുന്നത്. ആദ്യ കിരീടമെന്ന കാത്തിരിപ്പ് 2025 അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷ RCB ആരാധകർക്കും ഇപ്പോൾ വന്നു കഴിഞ്ഞു. മെഗാലയലത്തിന് ശേഷം അടിമുടി മാറിയ പഞ്ചാബ് കിങ്സും സ്വപ്ന ഫോമിലാണ് ഇത്തവണ കളിക്കുന്നത്. ശ്രേയസ് അയ്യരിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ ആദ്യ 2 കളികളിലും അവർ മിന്നിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിന് എതിരായിരുന്നു ടീമിന്റെ ആദ്യ കളി. 11 റൺസ് ജയമാണ് ഈ മത്സരത്തിൽ പഞ്ചാബ് നേടിയത്. കഴിഞ്ഞ ദിവസം നടന്ന 2ാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ അവർ 8 വിക്കറ്റിന് തകർത്തു. IPLലെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ ദയനീയ റെക്കോർഡുള്ള ഡൽഹി ക്യാപിറ്റൽസും ഇത്തവണ തകർപ്പൻ ഫോമിലാണ്. ആദ്യ കളിയിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 1 വിക്കറ്റ് ജയം നേടിയ അവർ 2ാമത്തെ കളിയിൽ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തകർത്തു. അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഇത്തവണ ഡൽഹി കളിക്കുന്നത്. അതേസമയം ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ആരെല്ലാം എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ 8ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദും 9ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസും 10ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിയ രാജസ്ഥാനും ഫൈനലിൽ പ്രവേശിച്ച ഹൈദരാബാദും കപ്പ് സ്വന്തമാക്കിയ കൊൽക്കത്തയുമാണ് അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ്. എന്തായാലും ഇനിയും ഒരുപാട് മത്സരങ്ങൾ മുന്നിലുള്ളതുകൊണ്ട് തന്നെ ടേബിളിലെ ഈ സ്ഥാനങ്ങൾ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. എന്തായാലും ടേബിളിൽ ടോപ്പ് ഓർഡറിൽ മാറ്റം വരില്ല എങ്കിൽ അതൊരു ചരിത്രത്തിലേക്കുള്ള യാത്രയായിരിക്കാം.